യെസ്, ആരായിരിക്കും? ജീൻ ആയിരിക്കും. ലക്ഷ്യം തന്നെ എന്താണ്? ഒരു പ്രോട്ടീൻ ഉണ്ടാക്കലാണ്, ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്നൊക്കെ. സോ അതിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ആൻഡ് ബുക്കിൽ എന്തുണ്ട്? ഈ 22 pairs എന്ന് പറയുന്നത് ഓട്ടോസോംസ് ആണ്. ആൻഡ് ദ വൺ ഹൈ ഓൺ വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈറ്റോജെനറ്റിക്സിൽ വരുന്ന ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കിയാലോ? Okay, so first question, the structural and functional unit of heredity is. So heredity le structural and functional unit idil edana varuva? Option A chromosome, option B gene, option C DNA and option D nucleotide. So edayirikkum varuva? Structural and functional unit of heredity. So നമുക്ക് അറിയാം chromosomes എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ക്രോമാറ്റിൻ ഒക്കെ കണ്ടൻസ് ആയിട്ട് വരുന്നതാണ് ക്രോമസോം അല്ലെ? ദെൻ ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ക്രോമസോമിന്റെ ഉള്ളിലാണ് ജീൻ ഉള്ളത് അല്ലെ? സോ ദ ജീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് DNA ഉണ്ടല്ലേ, അതിന്റെ ഉള്ളിൽ DNA ആണ് ഉള്ളത്. ആൻഡ് ദ DNA ഹാസ് മെനി ന്യൂക്ലിയോടൈഡ്സ്. മെനി ന്യൂക്ലിയോടൈഡ്സ് അല്ല, ആക്ച്വലി ദേ ആർ അറേഞ്ച്ഡ് ആസ് മെനി അല്ലെ? ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, യുറാസിൽ ഉണ്ട്. സോ അവരിങ്ങനെ കുറെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തതാണ് നമ്മളെ ന്യൂക്ലിയോടൈഡ്സ്. സോ നമുക്ക് എന്ത് പറയാം? ഒരു ക്രോമസോം എടുത്ത് നോക്കിയാല് അതില് ജീൻ ഉണ്ട്, അതില് DNA ഉണ്ട്, അതില് ന്യൂക്ലിയോടൈഡ് ഉണ്ട്. സോ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നമുക്ക് പറയാം അല്ലെ? സോ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി പറഞ്ഞ ഇതിൽ ആരായിരിക്കും വരുക? യെസ്, ആരായിരിക്കും? ജീൻ ആയിരിക്കും. ഓക്കെ, സോ ജീൻ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. ഓക്കെ, സോ ജീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സെഗ്മെന്റ് ഓഫ് DNA ആണ് അല്ലെ? നമ്മുടെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ജീനാണ്. സോ ഈ ജീൻ ഉള്ളത് DNA ഉള്ളിലാണ്. സോ ഈ ജീനിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? DNA ഉള്ളത്. ഓക്കെ, ദ ക്രോമസോമിന്റെ ഉള്ളിലാണ് ജീൻ ഉള്ളത്, ജീനിന്റെ ഉള്ളിലാണ് DNA ഉള്ളത്, ആൻഡ് DNAയുടെ ഉള്ളിലാണ് ആരുള്ളത്? ന്യൂക്ലിയോടൈഡ്സ് ഉള്ളത്. ആ ഒരു ഫോർമാറ്റ്, ആ ഒരു എന്താണ്, ഏതിന്റെ ഉള്ളിലാണ്? സോ ആ ഒരു രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടി മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എ ജീൻ ഇസ് എ സ്പെസിഫിക് സെഗ്മെന്റ് ഓഫ് DNA അല്ലേ? So gene is a specific segment of DNA that carries the information to produce a protein. എന്താണ് നമ്മുടെ ജീൻസിന്റെ ഒക്കെ, നമ്മുടെ ക്രോമസോം അല്ലെങ്കിൽ നമ്മുടെ DNA യുടെ ഒക്കെ ലക്ഷ്യം എന്താണ്? പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെ? So they produce. So the gene that carries the information is able to produce a protein or functional RNA molecule അല്ലെ? ഒരു RNA മോളിക്യൂളിന് അതിനൊരു ഫങ്ഷണൽ ആയിട്ടുള്ള RNA മോളിക്യൂൾ ദാറ്റ് എൻകോഡ്സ് ഫോർ എ പ്രോട്ടീൻ അല്ലെ? അത് നമ്മുടെ എന്താണ്, ജെനറ്റിക് മെറ്റീരിയലിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? ഒരു പ്രോട്ടീൻ ഉണ്ടാക്കലാണ്. സോ ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ഓഫ് എൻ ഓർഗാനിസം അല്ലെ? നമ്മുടെ പാരന്റ്സിന്റെ ട്രേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ട്രേറ്റ്സ് ഒക്കെ അങ്ങനെ വരുന്നത്, ആ ഒരു ക്യാരക്ടർ വരുന്നത്. സോ ദ ക്രോമസോംസ് ആർ ലോങ് coiled structure made up of many genes അല്ലെ? ഞാൻ ഇപ്പൊ പറഞ്ഞു, they are made up of many genes. chromosomes എന്ന് പറയുന്നത് ഒരു ലോങ് അല്ലെ coiled structure ആണ്, and they are made up of many genes. നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ we human beings are made up of cells, living organism. human beings മാത്രമല്ല, the living organisms are made up of cells. so അതുപോലെ the chromosomes അല്ലെ? chromosome എന്ന് പറയാം as such നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ there are many genes. Inside the genes there are DNA, and inside the DNA there are nucleotides. okay, നമ്മൾ പറയാറുണ്ട് എന്താണ്, ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്നൊക്കെ. സോ അതിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, ദ ന്യൂക്ലിയോടൈഡ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA. സോ ഇതാണ് ഞാനിപ്പോ ഇങ്ങനെ എന്താണ് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ക്രോമസോം എന്ന് പറയുന്നത് നമ്മളെ പുസ്തകമാണ്. ഓക്കെ, നമ്മളെ ബുക്കാണ്. ദെൻ അതിന്റെ ഓരോ സെന്റൻസ് അല്ലെ, സെന്റൻസ് എന്ന് പറയാം, അതിൽ എഴുതിയ ഓരോ സെന്റൻസ് എന്ന് പറയുന്നത് ജീനാണ്. ആൻഡ് ദ ലെറ്റേഴ്സ് അല്ലെ, ഈ സെന്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ സെന്റൻസ് ഉണ്ടാവുന്നത്? ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. സോ ദ ലെറ്റേഴ്സ് ഫോമിങ് ദ സെന്റൻസ്, ആ ലെറ്റേഴ്സ് ആണ് എന്ത്? DNA എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ടില്ലേ
ലെറ്റർ എന്ന് പറയുന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, സോ ദ DNA എന്ന് പറയുന്നത് നമുക്ക് വേർഡ് എന്ന് പറയാം അല്ലെ, ഒരു വേർഡ് ആണ്. വേർഡിലുള്ള ലെറ്റേഴ്സ് ആണ് എന്ത്? യെസ്, എന്ത്? ന്യൂക്ലിയോടൈഡ്. ക്ലിയർ ആണോ? ഓക്കെ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രോമസോം എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് അല്ലെ, ബുക്കാണ്. ആൻഡ് ബുക്കിൽ എന്തുണ്ട്? സെന്റൻസ് ഉണ്ട് അല്ലെ, എഴുതിയ സെന്റൻസ് ഉണ്ട്. സോ ദ സെന്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻ ആണ്. ഓക്കെ, ജീൻ ആണ്. ആൻഡ് ജീൻസ് ദ സെന്റൻസ് അല്ലെ, സെന്റൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവിടെ വേർഡ്സ് വേണം. സോ ദ വേർഡ്സ് എന്ന് പറയുന്നത്, സെന്റൻസിന്റെ വേർഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ DNA. ഓക്കെ, ദെൻ ഈ വേർഡ്സിലെ ഓരോ ലെറ്റേഴ്സ് ഇല്ലേ അല്ലെ, വേർഡ്സ് ആവണമെങ്കിൽ ലെറ്റേഴ്സ് വേണം. സോ ആ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്, ആ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ഞാൻ എന്ത് വിളിക്കുക? ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റേഴ്സിന് നമ്മൾ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസ്. ഓക്കെ, സൈറ്റോജെനറ്റിക്സ് അല്ലെങ്കിൽ ജെനറ്റിക്സിന്റെ ബേസ് പറഞ്ഞാല് ഇതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The normal human karyotype contains how many chromosome? എത്ര ക്രോമസോം ഉണ്ട് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, നോർമൽ ഹ്യൂമൻ കാരിയോടൈപ്പിന് എത്ര ക്രോമസോം ഉണ്ട്? സോ ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല, കണ്ടെയ്ൻസ് ഹൗ മെനി ക്രോമസോം എന്നാ ചോദിക്കുന്നത്. ഹ്യൂമൻ കാരിയോടൈപ്പ് കണ്ടെയ്ൻസ് ഹൗ മെനി ക്രോമസോം. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. പെയേഴ്സ്നോ നമ്പേഴ്സ്നോ ഒന്നും ചോദിക്കുന്നില്ല. സോ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? 44, 46, 48, 42 ഏതായിരിക്കും വരുക? ഹൗ മെനി ക്രോമസോം. സോ ഇവിടെ ആൻസർ ഏതായിരിക്കും വരുക? യെസ്, ഇവിടെ ആൻസർ വരുക 46 ക്രോമസോം എന്നാ വരുക. ഓക്കെ, 46 46 ക്രോമസോം ആണ്. ഓക്കെ, സോ ഇൻ കേസ് ഇപ്പോ വേറൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി പെയേഴ്സ് ഓഫ് ക്രോമസോം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും നിങ്ങൾ പറയാ? there are 23 pairs. ഓക്കെ, 23 pairs അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 23 pairs എന്ന് പറയാം, pairs എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ആൻഡ് വേറെ രീതിയിൽ ചോദിക്കാൻ, ഓർ വേറെ ക്വസ്റ്റ്യൻ ലൈക്ക് നമ്പർ ഓഫ് ക്രോമസോം, ഹൗ മെനി നമ്പർ ഓഫ് ക്രോമസോം. സോ അപ്പോഴ് നിങ്ങൾ എന്തായിരിക്കും എഴുതണ്ടേ? 46 നമ്പർ ഓഫ് ക്രോമസോം എന്ന് എഴുതണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. സോ ദ ഹ്യൂമൻ ഹാവ് 46 നമ്പർ ഓഫ് ക്രോമസോം ഉണ്ട്. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ആസ് 23 പെയർസ്. സോ ഈ 23 പെയർസ് നിന്നും ഈ 22 പെയർസ് എന്ന് പറയുന്നത് ഓട്ടോസോംസ് ആണ്. ആൻഡ് ദ വൺ പെയർ ലെഫ്റ്റ് ഔട്ട്, വൺ പെയർ ഇസ് നോൺ ആസ് ദ സെക്സ് ക്രോമസോം. അത് നമ്മുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ദെൻ എന്തെങ്കിലും കൈൻഡ് ഓഫ് വേരിയേഷൻസ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ അനീപ്ലോയിഡി എന്നൊക്കെ വിളിക്കും. ഓക്കെ, അതൊരു ഡിസീസ്ഡ് കണ്ടീഷൻ, ജെനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡൗൺ സിൻഡ്രോം ഒക്കെയാണ് ഒരു എക്സ്ട്രാ കോപ്പി വരുവാണെങ്കിൽ. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇഫ് എ ഹ്യൂമൻ സെൽ കണ്ടെയ്ൻസ് 47 ക്രോമസോം ഇൻസ്റ്റെഡ് ഓഫ് 46. ഓക്കെ, 46ന് പകരം 47 ക്രോമസോം ഉണ്ടെങ്കിൽ what could be the condition? Okay, what could this condition be called? So ploidy ഉണ്ട്, polyploidy ഉണ്ട്, aneuploidy ഉണ്ട്, translocation ഉണ്ട്, and inversion ഉണ്ട്. സോ ഏതായിരിക്കും? നിങ്ങള് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ, സോ എല്ലാവരും വേഗം തന്നെ ആൻസർ പറയാ. താങ്ക് യു.